എവിടെയോ കണ്ടൊരു മുഖപരിചയം. അമേരിക്കയിലായി. ഞാൻ അവിടെയൊക്കെ വന്നിട്ടില്ല. സ്വിറ്റ്സർലൻഡ് ഈ നാട്ടിൽ വെച്ച് തന്നെയാ. വല്ല ബിസിനസ് കോൺഫറൻസിലോ അല്ലെങ്കിൽ പത്രത്തിൽ ഗവർണറുടെ കൂടെയോ മറ്റോ നിൽക്കുന്ന ഫോട്ടോ കണ്ടി. ഏതായാലും നേരിട്ട് കണ്ടതിൽ സന്തോഷം. എന്റെ വീട് ഇവിടെ അടുത്താ, ഒന്ന് കേറിയിട്ട് പോവാം. ആയിക്കോട്ടെ, വീട്ടുകാരെല്ലാം ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് 8 വീട്ടിൽ ചിട്ടി രാമമേനോ, ശോഭ ചിറ്റ് ഫണ്ട്സ് രജിസ്റ്റേഡ്. എന്റെയാ. ഞാൻ വാലുപറമ്പിൽ എൻ പുരുഷോത്തമ കഴിഞ്ഞു. ഓഹോ, ഞങ്ങൾ വലിയ ബിസിനസ്സുകാരാണ്. അത് ശരി, വരൂ. എടാ, വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് തോളെ വെച്ചു എന്ന് പറഞ്ഞ പോലെ. എടാ എരപ്പേ, നിന്നെ എടുത്തോളാം. സത്യം പറഞ്ഞില്ലെങ്കിൽ ചവിട്ട് നിന്നെ ഞാൻ പുറത്താക്കും. എന്റെ പൊന്നു മുതലാളി, ഇദ്ദേഹം കള്ളം പറയുക. ഇദ്ദേഹം എന്നെ പിടിച്ചെന്നല്ലേ പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് തൊണ്ടി സെക്രട്ടറി എന്നെ ഇവിടെ കൊണ്ടുവന്നില്ല? അത് ഇയാളുടെ ഭാര്യയും കൊല്ലം വിചാരിച്ചു വിട്ടതാ. കണ്ടോ, ഇപ്പോഴേ കള്ളമാണെന്ന് മനസ്സിലായില്ല മുതലാളി. ഞാൻ കല്യാണം കഴിക്കാത്തതാണെന്ന് മുതലാളിക്ക് അറിഞ്ഞുകൂടെ? സാറിന് ആള് മാറിപ്പോയതാ. ഇവൻ അങ്ങനെ ഒന്നും ചെയ്യുന്നവനല്ല. ചെയ്യൂടാ. എന്താ? പത്രത്തില് ഒരു പാർട്ട് ടൈം അക്കൗണ്ടന്റിനെ വേണമെന്ന് പരസ്യം കണ്ടു. ഞാൻ ബികോം വരെ പഠിച്ചിട്ടുണ്ട്. ഓഹോ, അകത്തേക്ക് വരൂ. എന്താ പേര്? നാരായണൻ. ഇതാ എന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്. എടാ, നീ എന്റെ തന്ത കളിച്ചാലേ ഞാൻ നിന്റെ അപ്പൂപ്പൻ തന്ത കളിക്കും. പേര് കൊള്ളാം. ഭഗവാന്റെ പേര് അല്ലേ? നാരായണൻ. ഇക്കാലത്തെ കള്ളന്മാരെയെല്ലാം ദൈവത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. കണ്ടിട്ട് ഭക്തിയൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഏതായാലും നാളെ മുതൽ ജോലിക്ക് വന്നോളൂ കേട്ടോ. വലിയ ഉപകാരം. മോളെ, ഇത് മിസ്റ്റർ കൈമൾ, വലിയ ബിസിനസ്സുകാരനാ. നമസ്കാരം. ഇതെന്റെ കണക്കുകളെല്ലാം എഴുതാനായിട്ട് പുതിയതായി നിയമിച്ച ആളാ മിസ്റ്റർ നാരായണൻ. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ചെറിയൊരു ജലദോഷം. എന്നാ പോയി റെസ്റ്റ് എടുക്കൂ. എന്റെ മകളാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ സാറേ, ഞാൻ ഇറങ്ങട്ടെ. അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കൊക്കെ നിന്നോണം. ഓ ശരി. നിൽക്കുകയും ചെയ്യും. നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുകയും ചെയ്യടാ പരമ നാറി. അമ്മേ നാരായണ. എന്തോ? തന്നെയല്ലേ വിളിച്ച ഭഗവാനെയാ? തന്നെ വിളിച്ചു. വരൂ. ഇംഗ്ലണ്ടിൽ അമ്പലമില്ലാതെ ഞാൻ വളരെ വിഷമിച്ചു. ഒരു നേരമെങ്കിലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. കൈമളിരിക്കും, ഞാനിപ്പോ വരാം. എടാ മരം മണ്ടം കൈമളെ, നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചില്ല എന്റെ ശവം നല്ലടാ. തന്നെ ഈ വീട്ടിൽ നടിച്ചിറക്കില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചു. താൻ ഇന്നുവരെ കണ്ണാടി നോക്കിയിട്ടുണ്ടോ? വാൻ്റെ മൊന്ത ഉറങ്ങാ. ഒരു കാമദേവൻ നിൽക്കുന്നു, കണ്ടാച്ചാലും മതി. കാത്തിരുന്നു, അവളിപ്പോ മാലയും കൊണ്ട് വരും. നമുക്ക് കാണാം. താൻ വെള്ളം ഒലിപ്പിച്ചോണ്ടിരുന്നോ? എന്നാ കണ്ടിട്ട് തന്നെ ബാക്കി കാണാം. നമുക്ക് കാണാം. ആദ്യം മിസ്റ്റർ കൈമൾ കൊടുക്കും. താങ്ക് യു. ജലദോഷത്തിന് വിക്സ് നല്ലതാണ്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യ, വിക്സ് കൊള്ളത്തില്ല, അമൃതാഞ്ജന ഏറ്റവും നല്ലത്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ജലദോഷം മാറി. കഷ്ടമായി പോയി. ജലദോഷം മാറിയതോ? അല്ല, വെറുതെ കൊണ്ടുവന്നല്ലോ. സാരമില്ല, എനിക്കൊരു ജലദോഷം തുടങ്ങിക്കണം. അത് രണ്ടും കൂടെ വരും. കൊടുക്ക്. ഏതാ നല്ലതെന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് മറ്റതങ്ങോട്ട് മടക്കി തരാം. പിന്നെ മോൾക്കൊരു സാരി വേണമെന്ന് പറഞ്ഞല്ലോ, നിനക്ക് ഏത് കളറാ ഇഷ്ടം? എനിക്കിഷ്ടം തൂവെള്ളയാ.
ആലോചിച്ചെന്നേ ഉള്ളൂ. എപ്പോഴും നിന്നെ നോക്കി ഇങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞെങ്കിൽ. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. നാളെ രാവിലെ എനിക്ക് ആഫീസിൽ കൊണ്ടുപോകാനുള്ള കണക്കുകളൊക്കെ ശരിപ്പെടുത്തി വെക്കണം കേട്ടോ. അല്ല, ഇതാരാ? കൈമളോ? ഇതെന്താ ഒരു വെള്ളമയം? തലമുടിയും കൂടെ വെള്ളം അടിച്ച ഭേഷാവും. അമേരിക്കയിൽ എന്റെ വേഷം ഇതാ. തണുപ്പല്ലേ, ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഗ്ലൗ വേണം. ഓ, അത് ശരി. ശോഭയ്ക്ക് ആണുങ്ങൾ വെള്ളം ധരിക്കുന്ന ഇഷ്ടമാണ്, പക്ഷേ കള്ളും സിഗരറ്റും ഉപയോഗിക്കുന്നത് ദേഷ്യമാണ്. അവള് പറഞ്ഞിട്ടാണ് ഞാനിതെല്ലാം നിർത്തിയത്.